അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയമുള്ളവരെ, ദാരിദ്ര്യമുണ്ടാക്കുന്ന 7 ശീലങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. നാം ഭയപ്പെടുന്ന ഒരു വലിയ ദുരന്തമാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത്. സാമ്പത്തിക പ്രയാസങ്ങൾ, കടങ്ങൾ, ജോലിയില്ലായ്മ. എത്രയോ ആളുകളാണ് ഈ പ്രതിസന്ധി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. കടങ്ങൾ കാരണം പുറത്തിറങ്ങാൻ കഴിയാത്തവർ, മറ്റൊരാളുടെ മുഖത്ത് അഭിമാനത്തോടുകൂടെ നോക്കാൻ കഴിയാത്തവർ. നമ്മൾ ഇന്ന് പറയുന്നത് 7 ശീലങ്ങളെക്കുറിച്ചാണ്. ഈ ശീലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ അനുഭവിക്കുന്ന ദാരിദ്ര്യത്തിന് കാരണം ഈ ശീലങ്ങളായിരിക്കാം. ഈ വീഡിയോ മുഴുവനായും കേൾക്കണം. എന്നിട്ട് ഈ ശീലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുകയും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് തിരുത്താൻ വേണ്ടി ശ്രമിക്കുകയും വേണം. പരിശുദ്ധ ഇസ്ലാമിൽ മഹാന്മാരെ പഠിപ്പിക്കുന്ന 7 ശീലങ്ങളുണ്ട്. ഇത് നിങ്ങളെ വലിയ സാമ്പത്തിക കെണിയിൽ അകപ്പെടുത്തുമെന്നാണ് മഹാന്മാരെ പഠിപ്പിക്കുന്നത്. ഏതൊക്കെയാണ്? ആദാത്തുൻ തുവരിസുൽ ഫഖറ, ദാരിദ്ര്യമുണ്ടാക്കുന്ന അടയാളങ്ങൾ. 1, തർക്കുസ്വലാത്തി, നിസ്കാരം ഉപേക്ഷിക്കുക എന്നതാണ്. ഒരു മുസ്ലിമായ മനുഷ്യൻ അവൻ നിസ്കരിക്കുന്നുണ്ട്, പക്ഷേ വല്ലപ്പോഴുമൊക്കെയാണ് നിസ്കാരം. തോന്നുമ്പോൾ ഖളാ ആക്കിയിട്ട്, അല്ലെങ്കിൽ തിരക്ക് ഒഴിവുള്ള സമയത്ത് മാത്രമാണ് നിസ്കരിക്കുന്നത്. അങ്ങനെ നിസ്കാരത്തിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കാത്ത മനുഷ്യനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമ്പത്ത് നഷ്ടപ്പെടാൻ ഈ നിസ്കാരത്തിനോടുള്ള അശ്രദ്ധ കാരണമാകുമെന്നാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത്. ഇളാഅത്തുസ്വലാത്തി സബബുൻ ലിദഹാബിൽ ബറക്കത്തി, നിങ്ങളുടെ സമ്പത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ, മനസമാധാനത്തിൽ ബറക്കത്ത് നഷ്ടപ്പെടാൻ നിസ്കാരത്തിന് മനഃപൂർവ്വം ഉപേക്ഷിക്കുന്നത് കാരണമാകുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. നിസ്കരിക്കാറുണ്ടോ? ഞാനിങ്ങനെ എൻ്റെ കടത്തെക്കുറിച്ച് അല്ലെങ്കിൽ എൻ്റെ ദാരിദ്ര്യത്തെക്കുറിച്ച്, സാമ്പത്തിക പ്രയാസങ്ങളെക്കുറിച്ചൊക്കെ റബ്ബിനോട് പറയുമ്പോൾ നമ്മൾ ഒരു നിമിഷം ചിന്തിക്കേണ്ടതുണ്ട്, എൻ്റെ നിസ്കാരങ്ങളൊക്കെ കറക്റ്റാണോ? ഞാൻ നിസ്കാരത്തെക്കുറിച്ച് കൃത്യത പാലിക്കുന്ന ആളാണോ? അല്ലെങ്കിൽ ആ നിസ്കാരത്തിൽ പാലിക്കേണ്ട മര്യാദകൾ, അതിൻ്റെ അദബുകൾ, അതിൻ്റെ വൃത്തി, വുളൂ, നജസില്ലാത്ത സ്ഥലം തിരഞ്ഞെടുക്കുക, ഇങ്ങനെ ആ നിസ്കാരത്തിന് കൊടുക്കേണ്ട അദബുകളൊക്കെ ഞാൻ പാലിക്കാറുണ്ടോ എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരുപക്ഷേ നമ്മുടെ ദാരിദ്ര്യത്തിന് കാരണം ഈ നിസ്കാരത്തോടുള്ള വിമുഖതയായിരിക്കും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഇനി 2ാമത്തെ കാര്യം, അൽ ഇസ്റാഫു വത്തബ്ദീറു, ദുർവ്യയം നടത്തുന്ന ആളുകൾ. ചില ആളുകളുണ്ടാവും, കയ്യിലൊരു 100 രൂപ കിട്ടിയാൽ അല്ലെങ്കിൽ 1000 രൂപ കിട്ടിയാൽ ആ 1000 രൂപയേക്കാൾ കൂടുതൽ ചിലവ്. ഒരു ദിവസത്തെ വരുമാനം 1000 രൂപയാണെങ്കിൽ അന്നത്തെ ചിലവ് 1100 രൂപ, പിന്നെ 100 രൂപ കടം വാങ്ങണം. അങ്ങനെ ഒരു മാസം കടം വാങ്ങുമ്പോൾ 3000 രൂപയാണ് കടം വരുന്നത്. ഇത് ഇസ്റാഫിൻ്റെ അടയാളമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് അനാവശ്യമായി നിങ്ങൾ ഒരു കാര്യത്തിലും ചിലവ് നടത്താൻ പാടില്ല എന്നാണ്. വെള്ളം പോലും ആവശ്യത്തിൽ കൂടുതൽ ചിലവഴിക്കാൻ പാടില്ല. അങ്ങനെ നമ്മൾ ചിലവഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അല്ലാഹു ദാരിദ്ര്യം നൽകും. ഇനി 3ാമത്തെ കാര്യം, തർക്കു സകാത്തി വസ്സദഖത്തി, സക്കാത്ത് കൊടുക്കാതിരിക്കുക. അപ്പോൾ നമ്മൾ ഈ പെരുന്നാളൊക്കെ വരുന്ന സമയത്ത് ഫിത്ർ സക്കാത്ത് കൊടുക്കാത്ത ആൾക്കാരുണ്ട്. അതൊന്നും ഞങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന ഞങ്ങൾ പാവപ്പെട്ട ആളുകളാണ്. ചിലപ്പോൾ ഈ ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ ചിലപ്പോൾ സാധാരണ പാവപ്പെട്ട ആളുകളും അതിൻ്റെ ഉടമസ്ഥരായിട്ട് വരും. അപ്പോൾ ഫിത്ർ സക്കാത്തൊന്നും മുടക്കാൻ പാടില്ല. അതുപോലെ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ കൈ നീട്ടിയിട്ട് മുന്നിൽ വന്നാൽ പോക്കറ്റിൽ പൈസ ഉണ്ടായിരിക്കെ അയാളെ ആട്ടിപ്പായിക്കുന്നത്, അല്ലെങ്കിൽ അയാളെ തെറി വിളിക്കുന്നത്, അയാളെ മുഖത്ത് നോക്കിയിട്ട് അനാവശ്യം പറയും, നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും നോക്കിക്കൂടെ, അല്ലെങ്കിൽ ജോലിക്ക് നോക്കിക്കൂടെ എന്ന് പറയാതെ ഒരു 10 രൂപ ഉണ്ടെങ്കിൽ കൊടുക്കുക. ഞാൻ ഭിക്ഷാടനത്തെ പ്രോത്സാഹിപ്പിക്കുകയല്ല ചെയ്യുന്നത്. ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപക്ഷെ ചില ആളുകളെ നമുക്ക് കണ്ടാൽ അറിയാലോ, ചിലപ്പോൾ വൈകല്യമുള്ള ആളുകളുണ്ടാകും, ദാരിദ്ര്യമുള്ള ആളുകളുണ്ടാകും. കഴിയാവുന്ന 1 രൂപയാണെങ്കിൽ പോലും സ്വതക്ക കൊടുക്കണം. അതോടൊപ്പം തന്നെ സക്കാത്ത് കൊടുക്കണം. അസ്സക്കാത്തു വസ്സദഖത്തു തജ്ലിബാനിൽ ബറക, നമ്മൾ എത്രത്തോളം സ്വതക്ക കൊടുക്കുന്നോ, എത്രത്തോളം സക്കാത്ത് കൊടുക്കുന്നോ, അത് രണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് ബറക്കത്തിനെ കൊണ്ടുവരും. ബറക്കത്ത് വരുമ്പോൾ മനസമാധാനം ഉണ്ടാകും. അല്ലേ? എത്രയോ ആളുകളുണ്ടാകും, ചെറിയ സാധാരണക്കാരായ ആളുകൾ, ഒന്നിനും വകയുണ്ടാവുകയില്ല. പക്ഷേ ഒരാൾ അയാളുടെ മുമ്പിൽ കൈ നീട്ടിക്കഴിഞ്ഞാൽ ഭക്ഷണമാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഒരു ചെറിയ സംഖ്യയാണെങ്കിൽ അങ്ങനെ, ആരെയും മടക്കി വിടാത്ത ആളുകളുണ്ടാവും. അല്ലാഹുവേ, ദാനം ചെയ്യുന്ന ആളുകൾ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഇനി 4ാമത്തെ ആളുകളാണ് അൽ കസ്ലു വതർക്കുൽ അമൽ, മടിയന്മാർ. ജോലിക്ക് പോകാൻ മടിയുള്ള ആളുകൾ, അധ്വാനിക്കാൻ മടിയുള്ള ആളുകൾ. ഇത് നമുക്ക് പ്രത്യക്ഷ നോക്കിയാൽ മനസ്സിലാവും. ജോലിക്ക് പോകാത്ത കുറേ കാലം ഇരുന്ന് കഴിഞ്ഞാൽ ദാരിദ്ര്യമുണ്ടാകും. ഒരിക്കലും മടി കാണിക്കാൻ കസുലു യംനഉ റിസ്ഖ, മടിയന്മാരായ ആളുകളുടെ ഭക്ഷണത്തിന് അള്ളാഹു വിലങ്ങുമെന്നാണ്. മടി ഉണ്ടാക്കാൻ പാടില്ല.
ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരുണ്ടാകും, രോഗങ്ങളുള്ളവരുണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഒരു കുഴപ്പമില്ലാതെ ഒരു ജോലിക്കും പോകാതെ വീട്ടിലിങ്ങനെ ഫോണിൽ തോണ്ടിയിരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കാതെ ഉസ്താദെ ദുആ ചെയ്യണം, മകന് ജോലി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് ഉസ്താദിനോട് ദുആ ചെയ്യാൻ പറയുമ്പോൾ മകൻ ജോലിക്ക് പോയി അന്വേഷിച്ചിട്ട് കിട്ടുന്നില്ല എന്നാണ് പറയേണ്ടത്. അല്ലാതെ ജോലി കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ അവൻ ജോലിക്ക് പോയി അന്വേഷിക്കണം. അപ്പോഴാണ് നല്ല ജോലി കിട്ടുക. നമ്മുടെ ഒരു ഭാഗത്തു നിന്നുള്ള അധ്വാനം ഉണ്ടാകുമ്പോഴാണ് അള്ളാഹുവിൻ്റെ സഹായം അതിൻ്റെ കൂടെ ഉണ്ടാവുക. ഇനി 5-ാമത്തതാണ് അൽ മആസി വദ്ദുനൂബി. പാപങ്ങളാൽ കറപുരണ്ട ജീവിതം നയിക്കുന്നവൻ്റെ കുടുംബത്തിൽ എപ്പോഴും ദാരിദ്ര്യമായിരിക്കും. കൊള്ള നടത്തിയിട്ട്, വഞ്ചന നടത്തിയിട്ട് കച്ചവടം നടത്തുന്നവർ ഒരിക്കലും അവരുടെ ബിസിനസ്സിൽ ബറക്കത്തുണ്ടാകാൻ പോകുന്നില്ല, അല്ലേ? കൊള്ളലാഭമെടുക്കുന്ന ആളുകൾ, അനാവശ്യമായി വില വർദ്ധിപ്പിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ചീഞ്ഞതും പഴകിയതുമായ സാധനങ്ങൾ ആളുകളെ പറ്റിച്ചുകൊണ്ട് വഞ്ചിച്ചുകൊണ്ട് വിൽക്കുന്നവർ, ഇവരൊരിക്കലും ഈ പണം കൊണ്ട് നേടാൻ പോകുന്നില്ല. ഇവർ ചെയ്യുന്നത് കടുത്ത വഞ്ചനയാണ്. ഇതെന്താണ് സംഭവിക്കുന്നത്? ദുനൂബു തുദ്ഹിബുൽ ബറക്കത്ത റിസ്ഖ. നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെ, നിങ്ങളുടെ വരുമാനത്തിൻ്റെ, നിങ്ങളുടെ സമ്പത്തിൻ്റെ ബറക്കത്തിനെ ഈ സ്വഭാവം നശിപ്പിച്ചു കളയുമെന്നതാണ്. നിങ്ങൾ എന്തെങ്കിലും ദാരിദ്ര്യത്തിൽ ഇങ്ങനെ പെട്ടുകിടക്കുകയാണ്, ഉസ്താദെ കച്ചവടത്തിൽ എന്തോ ഒരു ബറക്കത്ത് കുറവുണ്ട്, ആളുകൾ വരുന്നില്ല, അപ്പുറത്തെ കടയിലേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ കടയിൽ ഒരു കച്ചവടം നടക്കുന്നില്ല, എന്താണെന്നറിയില്ല, ആരെങ്കിലും സിഹിർ ചെയ്തതാണോ, കണ്ണ് തട്ടിയതാണോ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ആരെങ്കിലും വഞ്ചിച്ച് കച്ചവടം നടത്തിയിട്ടുണ്ടോ? എൻ്റെ കച്ചവടത്തിലെങ്കിലും ഹറാമായ കാര്യങ്ങൾ ഞാൻ വിൽക്കുന്നുണ്ടോ? പലിശയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇനി 6-ാമത്തെ കാര്യം ഖത്തിയത്തുർ റഹിം. കുടുംബബന്ധം മുറിക്കുക. കുടുംബബന്ധം, ജ്യേഷ്ഠനോടും മിണ്ടാത്ത അനുജൻ, അല്ലെങ്കിൽ ഉമ്മാനോടും ബാപ്പാനോടും മിണ്ടാത്തവർ, പെങ്ങളോടും മിണ്ടാത്തവൻ, അമ്മായിനോടും മൂത്തമ്മയോടും ഒന്നും മിണ്ടാതിരി നടക്കുന്ന ആളുകൾ, അയൽവാസികളോട് ബന്ധം മുറിക്കുന്നവർ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പക്ഷേ നിങ്ങൾ കാണുമ്പോൾ നല്ല പൈസയൊക്കെ ഉണ്ടാവും, നല്ല കാറും വീടും ബംഗ്ലാവും ഒക്കെ ഉണ്ടാകും, പക്ഷെ മനസ്സമാധാനം ഉണ്ടാവില്ല. മകൻ പറഞ്ഞതനുസരിക്കുന്നില്ല, മക്കൾ ലഹരിക്കടിമപ്പെട്ടു പോയി, ഭാര്യയുടെ സ്വഭാവം ശരിയല്ല. ഇതൊക്കെ കാരണം ഒരു പക്ഷേ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനോട് ചെയ്ത ഈ ഒരു തിന്മ കാരണം, കുടുംബ ബന്ധം മുറിച്ചത് കാരണം അള്ളാഹു നിങ്ങളുടെ ജീവിതത്തിലോ സമാധാനം നഷ്ടപ്പെടുത്തിയതായിരിക്കാം. നിങ്ങൾക്ക് ഈ ദാരിദ്ര്യം എന്ന് പറയുന്നത് സമ്പത്തിൽ മാത്രമല്ല കേട്ടോ, മാനസികമായ ദാരിദ്ര്യമുണ്ട്. അതെങ്ങനെയാണ്? ചില ആളുകൾക്ക് നല്ല ചെറിയ വീടും ചെറിയ വരുമാനമായിരിക്കും, പക്ഷെ നല്ല സന്തോഷത്തിലായിരിക്കും അവർ കഴിയുന്നത്. ചില വീട്ടിൽ നല്ല പൈസ ഉണ്ടാകും, നല്ല വീടുണ്ടാകും, നല്ല വരുമാനം ഉണ്ടാകും, ഒരു സന്തോഷം ഉണ്ടാവില്ല. അള്ളാഹു നൽകുന്ന സമാധാനം, അള്ളാഹു നൽകുന്ന ബറക്കത്ത് എന്ന് പറയുന്നത് പ്രത്യക്ഷ കാണുന്ന ആഡംബരങ്ങളിൽ മാത്രമല്ല, മനസ്സിൻ്റെ ഉള്ളിലും കൂടെയുള്ളതാണ്. അതുകൊണ്ട് കുടുംബ ബന്ധം നമ്മൾ ചേർക്കണം. ഇനി 7-ാമത്തെ കാര്യമാണ് ലഅഫു തവക്കുലി അലല്ലാഹി. അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്ന കാര്യത്തിൽ ഉള്ള വിമുഖത, അല്ലേ? പടച്ചോനിൽ നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ വരവേൽപ്പിക്കണം. കച്ചവടം ഞാൻ തുടങ്ങുന്നുണ്ട്, നല്ല ഹലാലായ കച്ചവടമാണ്, വസ്തുക്കളാണ് വിൽക്കുന്നത്, ഞാൻ ആരെയും വഞ്ചിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ജോലി നല്ല ജോലിയാണ്, ഒരാളെയും വഞ്ചിക്കുന്നില്ല, ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലൊന്നും ഹറാമ് കയറി വരുന്നില്ല, ഞാൻ എന്നിട്ട് എൻ്റെ ജോലി, എൻ്റെ ഭാഗമൊക്കെ ക്ലിയർ ആക്കിയതിന് ശേഷം, ജോലി അന്വേഷണം നടത്തിയതിന് ശേഷം, അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിന് പോയതിന് ശേഷമാണ് റബ്ബിലേക്ക് നമ്മൾ തവക്കുലാക്കേണ്ടത്. ഈ തവക്കുൽ ഇല്ലാതാക്കി കഴിഞ്ഞാൽ, പടച്ചോൻ എൻ്റെ ഭാഗം ഞാൻ ക്ലിയർ ആക്കിയിട്ടുണ്ട്, ഇനി എനിക്ക് നിൻ്റെ സഹായം വേണം, എനിക്കിനി ഒന്നിനും കഴിയില്ല, എൻ്റെ കാര്യങ്ങൾ, എൻ്റെ ഭാഗമൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് റബ്ബിനോട് ആത്മാർത്ഥമായി തവക്കുലാക്കി കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകും. ദാരിദ്ര്യത്തിൽ നിന്ന് അള്ളാഹു മോചനം നൽകും. അള്ളാഹുവെ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ. അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.